ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വളരെ സന്തോഷം നൽകുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ്. എല്ലാ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യവിഹിതങ്ങൾ എന്തൊക്കെയാണെന്ന് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിവരമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് സ്പെഷ്യൽ അരി അത് ഉണ്ട് എന്നാണ് പറയുന്നത്. അത് നാളെ മുതൽ തന്നെ വിതരണം ആരംഭിക്കുന്നതാണ്. കഴിഞ്ഞ മാസം അത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടും അതിൻ്റെ വിതരണം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ വിതരണം പിന്നീട് അറിയിക്കാം എന്നാണ് പറഞ്ഞിരുന്നത് ഡേറ്റൊക്കെ. അതുപോലല്ല, ഈ മാസം നാളെ തന്നെ വിതരണം ആരംഭിക്കുന്നു എന്നാണ് ഇതിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം ആ ഒരു അരി കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, ഓണക്കിറ്റിൻ്റെ വിതരണം നാളെ മുതൽ സജീവമാകുകയാണ്. നാളെ പ്രാദേശിക തലത്തിലുള്ള ഓണക്കിറ്റ് വിതരണോദ്ഘാടനങ്ങൾ ഉണ്ട്. പല സ്ഥലങ്ങളിലും റേഷൻ കടകളിലേക്ക് കിറ്റ് എത്താത്തത് മൂലം 31-ാം തീയതി ശനിയാഴ്ച വിതരണം ആരംഭിച്ചിരുന്നില്ല. നാളെ മുതൽ അതിൻ്റെ വിതരണം സജീവമാകും. ഒട്ടുമിക്ക റേഷൻ കടകളിലും നാളെ വിതരണോദ്ഘാടനം ഉണ്ടാകും. പ്രാദേശിക നേതാക്കൾ, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പാലിറ്റി ചെയർമാൻ, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഇതിൻ്റെ വിതരണോദ്ഘാടനം നടത്തുന്നതാണ്. ഇനി നാളെ മുതൽ ആരംഭിക്കുന്ന ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിഹിതങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആദ്യം AAY മഞ്ഞ റേഷൻ കാർഡിന് ലഭിക്കുന്നത് 30 കിലോ അരിയും 4 കിലോ ഗോതമ്പും സൗജന്യമായിട്ടും, ഒരു പാക്കറ്റ് ആട്ട 6 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 21 രൂപ നിരക്കിലും ലഭിക്കും. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരമുള്ള സൗജന്യ അരിയും ഗോതമ്പും അത് ഒരു വ്യക്തിക്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ് ലഭിക്കുക. അതുപോലെ തന്നെ ഓണക്കിറ്റിൻ്റെ വിതരണവും ഇപ്പോൾ നടക്കുകയാണ്. മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്കാണ് നാളെയും മറ്റന്നാളും ഔദ്യോഗികമായിട്ടുള്ള വിതരണം ഉള്ളത്. അപ്പോൾ അതും വാങ്ങാവുന്നതാണ്. PHH പിങ്ക് റേഷൻ കാർഡിന് ഒരു വ്യക്തിക്ക് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ് കാർഡുമേൽ ലഭിക്കുന്നത്. അതിന് 2 രൂപ നൽകേണ്ടി വരും. പിങ്ക് കാർഡിൽ മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് 1 കിലോ ഗോതമ്പ് കുറച്ച് പകരം അതിന് 1 കിലോ ഒരു പാക്കറ്റ് ആട്ട നൽകുന്നുണ്ട്. അതിന് 8 രൂപ നൽകേണ്ടി വരും. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരം കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും കൂടി ലഭിക്കും. ഇങ്ങനെ വരുമ്പോൾ കൂടുതൽ അംഗങ്ങളുള്ള റേഷൻ കാർഡിന്, പിങ്ക് റേഷൻ കാർഡിന് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങളുള്ള റേഷൻ കാർഡ് പിങ്ക് റേഷൻ കാർഡായി മാറുന്നതാണ്. ഇനി നോൺ പ്രയോറിറ്റി സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം 4 രൂപ നിരക്കിലാണ് ലഭിക്കുക. അതാത് താലൂക്കിലെ ലഭ്യതക്കനുസരിച്ച് 1 മുതൽ 4 കിലോ വരെ ആട്ട ലഭിക്കും. അതിന് 17 രൂപ നൽകേണ്ടി വരും. അതുപോലെ തന്നെ നീല റേഷൻ കാർഡിന് സ്പെഷ്യൽ അരി 10 കിലോ അരി 15 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. അത് കഴിഞ്ഞ മാസം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് കിട്ടാത്ത അരി അത് ഈ മാസം നൽകുകയാണ് എന്ന് തോന്നുന്നു. അതൊന്നും ഇതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. വെള്ള റേഷൻ കാർഡിനും വൻ നേട്ടം തന്നെയാണ്. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് കേവലം 2 കിലോ അരി മാത്രമായിരുന്നു അവർക്ക് ലഭിച്ചിരുന്നത് എങ്കിൽ ഈ മാസം അവർക്ക് 14 കിലോ അരി ലഭിക്കും. 4 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും 10 കിലോ അരി 15 രൂപ നിരക്കിലുമാണ് വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിക്കുക. അതായത് താലൂക്കിലെ ലഭ്യതക്കനുസരിച്ച് 1 മുതൽ 4 വരെ ആട്ട വെള്ള റേഷൻ കാർഡിനും ലഭിക്കുന്നതാണ്. ഇനി പുതുതായി അനുവദിച്ചിട്ടുള്ള NPI സ്ഥാപനം റേഷൻ കാർഡുള്ള ആളുകൾക്ക് ആ കാർഡിൽ ഒരു അംഗമാണ് ഉണ്ടാകുക. ആ കാർഡിൽ 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും താലൂക്കിലെ ലഭ്യതക്കനുസരിച്ച് ഒരു ആട്ട 17 രൂപ നിരക്കിലും സ്പെഷ്യൽ അരിയായി 2 കിലോ അരി 15 രൂപ നിരക്കിലും ലഭിക്കും. അങ്ങനെ മൊത്തം 4 കിലോ അരിയാണ് ബ്രൗൺ റേഷൻ കാർഡിന് ലഭിക്കുക, ഒരു ആട്ടയും. അതുമാത്രമാണ് കിറ്റ് ഈ റേഷൻ കാർഡിന് ഉണ്ടാകുന്നതല്ല. ബാക്കിയുള്ള എല്ലാ റേഷൻ കാർഡിനും ഈ ഒരു കിറ്റ് ഉണ്ടാകുന്നതാണ്, ഓണക്കിറ്റ് ഉണ്ടാകുന്നതാണ്. അതിൻ്റെ വിതരണം നേരത്തെ തന്നെ നടക്കുന്നതാണ്. ഇപ്പോൾ മഞ്ഞ റേഷൻ കാർഡിൻ്റെ വിതരണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് 16-ാം തീയതിയോടുകൂടി വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. അപ്പോൾ ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം എന്ന് കൃത്യമായിട്ട് മനസ്സിലാണ്ടാവുമെന്ന് കരുതുന്നു. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നീല വെള്ള റേഷൻ കാർഡുകാർക്കുള്ള സ്പെഷ്യൽ അരി, വെള്ള റേഷൻ കാർഡുകാർക്ക് അരി വിഹിതം അധികരിപ്പിച്ചത്. അതുപോലെ തന്നെ ഈ മാസം മണ്ണെണ്ണ ഉണ്ടാകുന്നതാണ്. 1/2 ലിറ്റർ മണ്ണെണ്ണ നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്കും 1 ലിറ്റർ മണ്ണെണ്ണ പിങ്ക് മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്കും ലഭിക്കും. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.